നിയമം കയ്യിലെടുത്തു. ഇന്ന് പിന്നെ ജീവനക്കാരായ ബസ്സുകാരൻ മർദ്ദിപ്പിച്ചു ഈ ഓട്ടോറിക്ഷക്കാരൻ കൊഴിഞ്ഞ് വീണ് മരിച്ചു. അതിൻ്റെ കാരണം ബസ്സേരാണ്. ബസ്സേര് ക്രൂരമായി മർദ്ദിപ്പിച്ചുകൊണ്ടാണ് ഈ ഓട്ടോറിക്ഷക്കാരൻ മരിക്കാനുണ്ടായ കാരണം. അതിൻ്റെ കാരണം നമ്മുടെ മലപ്പുറം കോടൂരിലാണ് ഇത്ര സമരം. അവിടെ മൊത്തം സമരം നടക്കുകയാണ്. ഓട്ടോറിക്ഷക്കാരൻ മൊത്തം സമരത്തിലാണ്. ഇനി അത് കഴിഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാര് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഓട്ടോറിക്ഷക്കാര് ഏറ്റിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അക്രമം. അപ്പോൾ ബസ്സുകാര് അക്രമം അയച്ചു വിട്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷക്കാരെ കയ്യാട്ടം ചെയ്യുന്ന ഇതിലേക്ക്. അപ്പൊ ഞാനാരും നിങ്ങളാരും ഒക്കെ ഉണ്ടോക്കി ഉണ്ടോ? കണ്ടില്ലേ? ഞാനാരും നിങ്ങളാരും ഒരു ജീവത്തിന് വില ഇല്ലാതാക്കി. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനെ കൊല ചെയ്തു. അതാണ് കൊല ചെയ്തു. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനെ കൊല ചെയ്തു. അതെ, ഇതെന്താണ്? ഗുണ്ടായിസമാണ്. ബസ്സുകാര് ഇന്ന് നിയമം കയ്യിലെടുത്ത് മർദ്ദിപ്പിച്ചു. ഒരാൾക്ക് ക്രൂരമായി പരിക്കേറ്റി ആൾ മരണപ്പെട്ടു. എന്താ ചെയ്യാ? യാത്രക്കാര് അതെ ഇടോക്കി ക്രൂരമായിട്ട് ഒരു പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരനെ ജീവങ്ങളാണ് പൊടിഞ്ഞു പോയത്. കാരണം എന്താ ചെയ്യുക? ജീവങ്ങളാണ് പൊടിഞ്ഞു പോയത്. നോക്കി ജീവങ്ങൾ പൊടിഞ്ഞു പോയി. ആ പാവത്തിന് ഇന്ന് ഒന്നുമില്ല. കാരണം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒറ്റപ്പെട്ടു. ഈ ഓട്ടോറിക്ഷക്കാരെ പെണ്ണുങ്ങളും കുട്ടികളും മക്കളൊക്കെ ഒറ്റപ്പെട്ടിട്ടാവും. ഇനി ഉണ്ടെങ്കിലും എന്താ ചെയ്യുക ഇങ്ങനൊക്കെ ആയാൽ? കാരണം ഒരു ജീവത്തിന് വിലയില്ലാതായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റാൻഡിന്ന് അല്ലെങ്കിൽ പിന്നെ പോരുന്ന ഭാഗത്തുനിന്ന് ആ മടങ്ങി വരുന്ന ഓട്ടോ മടങ്ങി വരുന്നത്. ആ മടങ്ങി വരുമ്പോൾ കുറച്ച് ആൾക്കാരെ കയറ്റി കൊണ്ടുപോയി. ഓട്ടോ അത് കയറ്റി കൊണ്ടുപോയപ്പോൾ എല്ലമ്പാടെ കൂടി ഓട്ടോറിക്ഷക്കാരെ മർദ്ദിപ്പിച്ചു. ഓട്ടോറിക്ഷക്കാരെ മർദ്ദിപ്പിച്ചു. ബസ്സേര് മർദ്ദിപ്പിച്ചു. എന്ത് ചെയ്യാനാ ഇങ്ങനൊക്കെ ആയാലും?